Dear students, have a nice time. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്ന കോൺസെപ്റ്റിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു വരികയാണ്. ഇവിടെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഗ്രാഫ് കൺസിഡർ ചെയ്യാം. കർവിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ ഇവിടെ കർവ് എക്സ് ഈക്വൽ ടു എയിൽ നിന്ന് എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ചിലേക്ക് മാറുന്നതിനനുസരിച്ച് കർവിൻ്റെ വാല്യൂസിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസിന് എന്ത് സംഭവിക്കുന്നു? ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എയിൽ നിന്ന് എഫ് ഓഫ് എ പ്ലസ് എച്ചിൽ എത്തിച്ചേരുന്നു. ഓക്കെ, സോ what was the change in the y coordinate? y value difference എന്ന് പറയുന്നത് f of a plus h minus f of a ആണ്, ഈ കാണുന്ന ഡിസ്റ്റൻസ്. what was the change in x? change in x എന്ന് പറയുന്നത് a plus h minus a, that is h. so what will be change in y divided by change in h? it is f of a plus h minus f of a divided by a plus h minus a, that is divided by h. ഈ കാണുന്ന റേഷ്യോ ഇറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓവർ ദ ഇൻ്റർവെൽ എ പ്ലസ് എച്ച്. ഫംഗ്ഷൻ എയിൽ നിന്ന് എ പ്ലസ് എച്ചിലേക്ക് എക്സ് വാല്യൂ മാറുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂവിലുണ്ടായ ചേഞ്ച് സൂചിപ്പിക്കുന്ന ഒരു മെഷറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് ആക്സിസിൽ ഒരു യൂണിറ്റ് ചേഞ്ച് നടന്നാൽ, യൂണിറ്റ് ഡിഫറൻസ് ഉണ്ടായാൽ അതിനനുസരിച്ച് വൈ ആക്സിസിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓവർ ദ ഇൻ്റർവെൽ എ പ്ലസ് എച്ച്. ഇതേ കോൺസെപ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻ്റർവെല്ലിലുള്ള ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ്, അതായത് എക്ക് കറസ്പോണ്ടിങ് ആയുള്ള പോയിൻ്റാണ് എ എഫ് ഓഫ് എ എന്ന് പറയുന്നത്. എ പ്ലസ് എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് കേർവിലുള്ള പോയിൻ്റാണ് എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിൻറ്റ്സ് ചേർത്തുകൊണ്ട് നമ്മളൊരു സീക്കൻറ്റ് വരച്ചു എന്ന് വിചാരിക്കുക. സീക്കൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കേർവിലുള്ള രണ്ട് പോയിൻറ്റ്സ് ചേർത്ത് വരയ്ക്കുന്ന ലൈന്. സോ ഇത്തരത്തിലൊരു സീക്കൻറ്റ് നമ്മൾ വരച്ചാൽ ഈ സീക്കൻറ്റിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ കാണുന്ന ആംഗിളാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വി ക്യാൻ ഫൈൻഡ് ദ സ്ലോപ്പ് ആസ് ടാൻ ഓഫ് ദ ആംഗിൾ, ടാൻ തീറ്റ. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഇത്തരത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സോ വാട്ട് വിൽ ബി ടാൻ തീറ്റ? ടാൻ തീറ്റ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. ഇറ്റ് ഇസ് ഈ കാണുന്ന ഹൈറ്റ്, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എഫ് ഓഫ് എ ആണ്. ഫോർ ദിസ് ഡിഫറൻസസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. Okay, and what's the difference here? Here the distance is a plus h minus a, that is h. Actually the slope of this secant line is again f of a plus h minus f of a divided by h. ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു കേർവിലുള്ള രണ്ട് പോയിൻറ്റ്സ് ചേർത്ത് വരയ്ക്കുന്ന സീക്കൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും ആ കറസ്പോണ്ടിങ് ഇൻ്റർവെല്ലിലുള്ള എക്സ് ആക്സിസിലെ ആ ഇൻ്റർവെല്ലിലുള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഈ ക്യൂ എന്ന പോയിന്റ് പിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സീക്കൻറ്റ് എന്നത് പിയിലുള്ള ടാൻജൻ്റ് ആയിട്ട് മാറുന്നു. സോ ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്. എം ടാൻ ആണ് ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ക്യൂ എന്ന പോയിന്റ് പിയുടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് എച്ച് എ പ്ലസ് എച്ച് എന്നത് എയുടെ അടുത്തേക്ക് വരണം. അതായത് എച്ച് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. ഈ കാണുന്ന ഡിഫറൻസ് കുറഞ്ഞു വരും ക്യൂ പിയുടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച്. സോ എച്ച് ടെൻസ് ടു സീറോ ആവുന്ന സമയത്തുള്ള ഈ ലിമിറ്റ് ആയിരിക്കും നമുക്ക് കാണേണ്ടി വരും. സോ വി ഹാവ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ഇസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഇതിൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്നത് എ കോമ എ പ്ലസ് എച്ച് എന്ന ഇൻ്റർവെല്ലിലുള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. എച്ച് സീറോയിലേക്ക് ടെൻ ചെയ്യുന്നതിനനുസരിച്ച് എ പ്ലസ് എച്ച് എന്ന പോയിന്റ് എയുമായി കോയിൻസൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് ആക്ച്വലി ഈ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് എ ആയിരിക്കും. എ എന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. മുമ്പ് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ ഈ കാണുന്ന ഫ്രാക്ഷനെ കൊണ്ട് പറഞ്ഞത്. അതിൻ്റെ ലിമിറ്റ് കാണുന്ന സമയത്ത് എച്ച് ടെൻസ് സീറോ ആകുമ്പോൾ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എ എന്ന പോയിന്റിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് പോയിന്റിലുള്ള റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇഫ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, ഓക്കെ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലിമിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇറ്റ് ഈസ് എ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് ദ പോയിന്റ് എ. സോ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള സെയിം ഫോർമുല തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സോ ലെറ്റ് us do some problems.
The position function of the maglev at time t is s equal to f of t equal to 4t square, where t varies from 0 and 30. Then the average velocity of the maglev over the time interval 2, 2 plus h is given by average rate of change of position function s over the same interval, where h greater than 0 and 2 plus h lies in the interval 2, 30. ഇവിടെ എന്താണ് ഈ മാൻഗ്ലേവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രെയിൻ വിച്ച് വർക്ക്സ് ഓൺ ഇലക്ട്രോമാഗ്നറ്റിക് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ഈ കാണുന്ന മാൻഗ്ലേവിൻ്റെ പൊസിഷൻ ഫംഗ്ഷൻ ആണ് ഈ കാണുന്ന ഇക്വേഷനിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഈക്വൽ ടു 4t സ്ക്വയർ. ടൈം 0യിൽ നിന്ന് 30 മിനിറ്റ്സ് അങ്ങനെ നമുക്ക് കാണാം. 30 മിനിറ്റ്സ് ആണ് ഈ ട്രെയിന് സഞ്ചരിച്ചത് എന്ന് വിചാരിക്കുക. ഈ കാണുന്ന ഇൻ്റർവെല്ലിലുള്ള ട്രെയിനിൻ്റെ പൊസിഷൻ ഫംഗ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ടൈം 0 ആവുന്ന സമയത്ത് ട്രെയിൻ റെസ്റ്റിലാണ്, സഞ്ചരിച്ച ഡിസ്റ്റൻസ് 0 ആണ്. ടൈം ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ ആവുന്ന സമയത്ത് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 × 2 സ്ക്വയർ, അത്രയും യൂണിറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ കാണുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ 2, 2 plus h എന്ന ഇൻ്റർവെല്ലിൽ ഈ ട്രെയിനിൻ്റെ ആവറേജ് വെലോസിറ്റി എന്താണെന്ന് കാണണമെന്ന് വിചാരിക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ ബൈ ടൈമാണ്. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്ന ഇൻ്റർവെല്ലിലുള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് ടൈം ആയിരിക്കും. നമ്മൾ ഈ പൊസിഷൻ കാണുന്ന സമയത്ത് ഈ കാണുന്ന ഇൻ്റർവെല്ലിൽ പരിഗണിക്കുന്ന സമയത്ത് എച്ച് എന്നത് ഏതുവരെ വേരി ചെയ്യാം? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടൈം നമുക്ക് 30 വരെ പോകാൻ പറ്റും. സോ 2 plus h എന്ന് പറയുന്നത് 2നും 30ക്കും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ ടൈം. ടൈം വേരി ചെയ്യുന്നത് ഈ കാണുന്ന ഇൻ്റർവെല്ലിലാണ് 2, 2 plus h. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 plus h - 2 ചെയ്താൽ h ലഭിക്കും. പൊസിഷൻ ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയത് എഫ് ഓഫ് 2 plus h minus f of 2. സോ ദിസ് ഇസ് എ ഫോർമുല ആക്ച്വലി എഫ് ഓഫ് a plus h minus f of a by h. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 4t സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് 2 plus h is 4 × 2 plus h സ്ക്വയർ മൈനസ് 4 × എഫ് ഓഫ് 2 is 4 × 2 സ്ക്വയർ. ബ്രാക്കറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലൊരു എക്സ്പ്രഷൻ ലഭിക്കുന്നു. ഇവിടെ 16ഉം -16ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള എക്സ്പ്രഷനിൽ ഒരു h കോമൺ ഫാക്ടർ ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് h × 16 + 4h എന്ന് എഴുതാം. ഈ കാണുന്ന h ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക 16 + 4h ആണ്. സോ ഈ ഇൻ്റർവെല്ലിൽ 2, 2 plus h എന്ന ഇൻ്റർവെല്ലിൽ നമ്മുടെ മാഗ്ലീവിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം 16 + 4h. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ടൈമിലുള്ള ആവറേജ് വെലോസിറ്റി കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ? 2 എന്ന പോയിന്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ 2, 2 plus hലുള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് കാണുന്നു. അതിനുശേഷം നമ്മൾ എച്ചിനെ 0ലേക്ക് ടെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 plus h എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 2ലേക്ക് അടുത്തടുത്ത് വരുന്നു. ഓക്കെ, ആസ് h tends to 0 this 2 plus h approaches 2. So here if you want to find the instantaneous velocity at the point x equal to or time t equal to 2, we have to put h equal to 0 here. That is, we have to find limit h tends to 0 f of 2 plus h minus f of 2 divided by h. So what happens when h tends to 0? The answer becomes 16. Hence 16 is the instantaneous velocity of the maglev at t equal to 2. നമ്മളൊരു ഇൻ്റർവെല്ലിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ h 0ലേക്ക് ടെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് t equal to 2 ആവുന്ന സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നമുക്ക് ഇത്തരത്തിൽ കണ്ടുപിടിക്കാം. സോ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്തെല്ലാമാണെന്ന് ഒന്നുകൂടെ ഓർത്ത് നോക്കാം. Let P of 2 f of 2 and Q of 2 plus h f of 2 plus h be 2 points on the graph of a function f. So നമുക്ക് y equal to f of x എന്ന ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കാം. നമ്മൾ എക്സ് ആക്സിസിൽ 2 പോയിൻറ്റ്സ് ചൂസ് ചെയ്തു. ഒന്ന് 2 ആണ്, ഒന്ന് 2 plus h ആണ്. കറസ്പോണ്ടിംഗ്ലി ഗ്രാഫിലുള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 2, f of 2. And here corresponding to the point x equal to 2 plus h, we have the point q of 2 plus h comma f of 2 plus h. Okay, first of all we have to find the expression for the slope of the secant line passing through p and q. ഈ രണ്ട് പോയിൻറ്റ്സിലൂടെ
കടന്നു പോകുന്ന സീക്കൻറ്റ് ലൈനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് സീക്കൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഈ സീക്കൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ സീക്കൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ ദാറ്റ് ഈസ് സീക്കൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഇവിടെ എക്ക് പകരം 2 ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് എഫ് ഓഫ് 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ്, ഒരു സീക്കൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണുന്ന മെത്തേഡ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ പാസിംഗ് ത്രൂ പി. നമുക്ക് അടുത്തത് വേണ്ടത് പി എന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണണം. എപ്പോഴാണ് സീക്കൻറ്റ് ലൈനിൻ്റെ ടാൻജൻറ്റ് ലൈനായിട്ട് മാറുന്നത്? ഈ കാണുന്ന ഡിസ്റ്റൻസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നു. അതായത് എച്ച് 0ലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് 2 പ്ലസ് എച്ച് എന്ന പോയിന്റ് എന്ത് സംഭവിക്കുന്നു? 2ൻ്റെ അടുത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആസ് എച്ച് ടെൻസ് 0. സീക്കൻറ്റ് ലൈന് എപ്പോഴാണ് ടാൻജൻറ്റ് ലൈനായിട്ട് മാറുന്നത് എന്ന് ആലോചിക്കുക. സീക്കൻറ്റ് ലൈന് ടാൻജൻറ്റ് ലൈനായിട്ട് മാറണമെങ്കിൽ ഈ ഫിഗർ പ്രകാരം എച്ച് 0 ആയിട്ട് മാറണം. സോ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. സോ വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് എ ഈക്വൽ ടു 2 വി വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ പാസിംഗ് ത്രൂ പി. ഇനി ഇതേ ഫിഗർ തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഓവർ ദ ഇൻ്റർവെൽ 2 പ്ലസ് എച്ച്. ഇതേ ഇൻ്റർവെല്ലിൽ ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? ആ സമയത്തും നമുക്ക് സെയിം കോൺസെപ്റ്റാണ് വേണ്ടത്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഓവർ ആൻ ഇൻ്റർവെൽ മീൻസ് ദാറ്റ് സ്ലോപ്പ് ഓഫ് ദ സീക്കൻറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഓൺ ദ കർവ്. നമ്മൾ ഏത് ഇൻ്റർവെല്ലിലുള്ള ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ആണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കർവിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നു. സോ ഹിയർ ഇറ്റ് ഈസ് പി ആൻഡ് ക്യൂ ആൻഡ് വി ഡ്രോ ദ സീക്കൻറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദീസ് 2 പോയിൻറ്റ്സ്. So average rate of change of the function over the interval is equal to the slope of the secant line passing through P and Q. So ഇത് തന്നെയായിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെയും എ പാർട്ടിൻ്റെ ആൻസർ. Now what is the expression for the instantaneous rate of change of f at 2? 2 എന്ന പോയിന്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. സോ ഇത്രയും നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞ മൊത്തം കാര്യങ്ങൾ ഇതാണ് കൺസോൾഡേറ്റ് ചെയ്യുന്നത്. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന ഫോർമുല 2 കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് സ്ലോപ്പ് ഓഫ് ദ സീക്കൻറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് പി ആൻഡ് ക്യൂ ഹിയർ. ഓക്കെ, ഓൾസോ ഇറ്റ് ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഓൺ ദ ഇൻ്റർവെൽ 2 പ്ലസ് എച്ച്. ഇനി ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് പി. It is also equal to the instantaneous rate of change of the function f at the point 2. അത് രണ്ടും ഇതേ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In these problems you have to find the slope of the secant line passing through the points a, f of a. a, f of a എന്ന പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. We have to find the slope of the secant line passing through this particular point. Then we have to find the slope of the tangent line at the point a, f of a, and also we have to find the equation of the tangent line to the graph of f at the point a, f of a. Okay, so നമുക്ക് ഇതിൽ ഒരു പ്രോബ്ലം ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് us do the 8th problem. So here f of x equal to 2x plus 3 and the point a, f of a is 1, 5. നമുക്കിവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും ശരിയാണോ എന്നുള്ളത്. എക്ക് നമ്മൾ 1 കൊടുക്കുന്ന സമയത്ത് ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 2 × 1 + 3 ദാറ്റ്സ് ഈക്വൽ ടു 5. ഓക്കെ, സോ ദ പോയിന്റ് a, f of a here is 1, 5. First of all we have to find the slope of the secant line. By formula it is f of a plus h minus f of a divided by h. So here a is equal to 1. So we have f of 1 plus h minus f of 1 divided by h. f of x is 2x plus 3. Therefore f of 1 plus h is 2 × 1 plus h plus 3 minus f of 1 is 2 × 1 plus 3 that's equal to 5 here. f of a തന്നിട്ടുണ്ട് 5 ആണെന്നുള്ളത് divided by h. So here we have
2h plus 2 plus 3 is 5. 5 minus 5 is 0. 2h by h. So that's equal to 2. So slope of the secant line here equal to 2. So we have to find slope of the tangent line at the point. So what was the formula for slope of the tangent line? We have to find limit h tends to 0 f of a plus h minus f of a divided by h. So the answer is limit h tends to 0. The limit we have already evaluated is equal to 2. So it's a constant function. So when h tends to 0, the limit becomes 2 itself. So here slope of the tangent line also equal to 2. Now we have to find the equation of the tangent line. Equation of tangent line is y minus f of a equal to m tangent into x minus a. It's a formula. So the equation is y minus f of a is 5 here. Y minus 5 equal to slope of the tangent is 2. We have just found it. Into x minus a is 1. So the equation is y minus 5 equal to 2x minus 2, or the equation is 2x minus y plus 3 equal to 0. So this is the equation of the tangent line through the point 1, 5. One more problem, f of x equal to x square minus x. The point is 2, 2. Here slope of the secant line is f of a plus h minus f of a by h. A equal to 2 here. So f of 2 plus h minus f of 2 by h. F of x is x square minus x. So f of 2 plus h is 2 plus h square minus 2 plus h. Minus f of 2 is 2 itself. F of a എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. So f of 2 is 2. നമ്മൾ just substitute ചെയ്താലും മതി. 2 square is 4. 4 minus 2 is 2. Bracket ഒക്കെ remove ചെയ്യുന്നു. 2 plus h whole square is 4 plus 4h plus h square. Then minus 2 is minus 4 here. Now we have minus h. So on solving we have h square plus 3h. 4 and minus 4 cancels, divided by h. So when cancelling the factor h, we have h plus 3. So slope of the secant line is h plus 3. And what is the slope of the tangent line? It is limit h tends to 0 f of a plus h minus f of a by h. That is limit h tends to 0 h plus 3. When h tends to 0, the limit becomes 3. Therefore, slope of the tangent line is 3. Now what's the equation of the tangent line? Equation is y minus f of a equal to m tangent into x minus a. A equal to 2, f of a equal to 2, and m equal to 3. Just substitute here. So the equation of the tangent line is 3x minus y minus 4 equal to 0. Now we have to find the instantaneous rate of change of the given function when x equal to a. The function is here f of x equal to 2x square plus 1. The point a equal to 1. What's the formula for instantaneous rate of change? Limit h tends to 0 f of a plus h minus f of a divided by h. It is actually equal to slope of the tangent line at the point a. Okay, same formula. So we have to apply the formula here. Limit h tends to 0 f of a plus h's. We are doing this problem. F of a plus h's. We have to substitute x in the we have to substitute x equal to a plus h. So we have 2 into a is actually equal to 1. So we have 1 plus h square plus 1. This is f of a plus h. F of x ആണെങ്കിൽ 2x square plus 1 ആണ്. So f of a plus h ആണെങ്കിൽ 2 into a plus h square plus 1. a എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. Minus f of a എന്ന് പറയുന്നത് you have to substitute here. f of x ആണെങ്കിൽ 2x square plus 1. So f of a എന്ന് പറഞ്ഞാൽ f of 1. f of 1 ആണെങ്കിൽ x ന് 1 substitute ചെയ്യുന്നു. 2 into 1 square plus 1. That is 3. The whole divided by h. So this equal to limit h tends to 0. ന്യൂമറേറ്ററിലുള്ള ബ്രാക്കറ്റ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ പോവാണ്. സോ വി ഹാവ് 2 ഇൻറ്റു 1 പ്ലസ് 2h പ്ലസ് h സ്ക്വയർ പ്ലസ് 1 മൈനസ് 3 the whole divided by h. So it becomes limit h tends to 0 2h square plus 4h plus 2 plus 1 is plus 3 minus 3, that is equal to 0 whole divided by h. So we have limit h tends to 0 2h plus 4, and the value of the limit equal to 4. When h tends to 0, this term becomes 0 and value equal to 4.
Therefore, the instantaneous rate of change of the function f at x equal to a is equal to 4. In the similar way, you can find the instantaneous rate of change of the given functions at the given points. Just try to solve the problems. So, in this section, 4 concepts are we studied. One, slope of the secant line എന്നത് അത് തന്നെയാണ് മറ്റൊരു കോൺസെപ്റ്റായ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ എ ഗിവൺ ഇൻ്റർവൽ എന്നതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞത്. രണ്ടും ഒരേ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നീടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ എന്ന കോൺസെപ്റ്റാണ്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞത്. അതിന് രണ്ടിനും സെയിം ഫോർമുലയാണ്. ഇനി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് കാണാനുള്ള ഒരു ഫോർമുല കൂടെ നമ്മൾ ഉപയോഗിച്ചു. ദാറ്റ് ഈസ് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന ഫോർമുല. നമ്മൾ മുമ്പ് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായി മുമ്പ് ഉപയോഗിക്കാറുള്ളതാണ്. ഇവിടെ x1 എന്ന പോയിന്റ് a ആയിട്ടും y1 എന്ന പോയിന്റ് f ഓഫ് a ആയിട്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് എം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആൻഡ് ദ ഫോർമുല ഈസ് എം ടാൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. എ എന്ന പോയിന്റിലുള്ള ടാൻജൻ്റാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്.